It's Anju versus Keetu. I'm asking my couples weird questions. Let's go. ആദ്യം ഇഷ്ടമല്ലാഞ്ഞിട്ടും പിന്നീട് ഇഷ്ടം തോന്നിയ വട്ടപ്പേര്. ഭയങ്കര റൊമാൻറ്റിക് പേഴ്സൺ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അപ്പൊ അഞ്ചു ആണെങ്കിൽ എന്തിനാ വളർന്നു? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇവിടെ ആരെയും നോക്കില്ല, നേരെ നിങ്ങൊരു കാര്യം എനിക്കൊരു സീക്രട്ട് ടാലന്റ് ഉണ്ട്, ഞാൻ പറഞ്ഞു തരട്ടെ. എന്ത് അക്ഷരം ചോദിച്ചിട്ടുണ്ടെങ്കിലും എന്ത് സെന്റൻസും ഞാൻ തിരിച്ചെഴുതും. ശരിക്കും മഴവില്ലിന് 7 നിറമുണ്ട്. ശരിക്കാണെന്ന് വായിച്ചു നോക്ക്. നോക്കി നോക്ക്, അങ്ങനെ തിരിച്ചേ പറ്റുമോ? നിങ്ങളുടെ ഏറ്റവും വിയേർഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ്, നിങ്ങൾ ചെയ്തതിൽ വെച്ച് ദ മോസ്റ്റ് ഇല്ലീഗൽ തിങ് പോലീസ് പിടിച്ചിട്ടുണ്ടോ? എന്തായാലും നിങ്ങളെ ഞാൻ ഇനി ചെറിയൊരു ഗെയിം റൗണ്ടിലേക്ക് കൊണ്ടുപോവാം. ഇറ്റ്സ് അഞ്ജു വേഴ്സസ് കീതു. I'm asking my couples weird questions. Let's go. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു തന്നാൽ മതിയാവും. ബിക്കോസ് നിങ്ങൾ 4 പേരുണ്ടല്ലോ. ഓക്കെ. സോ എപ്പോഴെങ്കിലും പോലീസ് പിടിച്ചിട്ടുണ്ടോ? എന്താ അങ്ങനെ ഒരു ചിരി? പിടിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു? ഞാൻ ചേട്ടൻ കൂടി സംഘം വരുന്നു. വരുന്ന സമയത്ത് ചേട്ടൻ പറഞ്ഞു, എടാ നമുക്കൊന്ന് ചീച്ചുള്ളാന്ന് പറഞ്ഞു. സീരിയസ്ലി അത് തൊട്ടപ്പുറത്ത് ഞങ്ങൾ നിർത്തിയിട്ട് ചേട്ടൻ ഞാൻ പറഞ്ഞു ഇവിടെ നിർത്തി പോകാൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് നിർത്തി അവിടെ നിന്ന് ഇറങ്ങി വണ്ടി നമുക്ക് കയറുന്നുണ്ടായിരുന്നു. ചേട്ടൻ ബാക്കിൽ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. പോലീസ് വന്നു, അങ്ങനെ പിടിച്ചു. പറയണ്ടേ പോലീസിലെ ചീച്ചിമുള്ള. ഓക്കെ, ഇനി അടുത്തത്, ഒരു വന്യമൃഗത്തെ പെറ്റായി വളർത്താൻ അവസരം കിട്ടിയാൽ ഏത് ജീവിയായിരിക്കും അത്? ഓക്കെ, പുലിക്കുട്ടീനെ വളർത്തും. ഇതിന് പൂച്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവളായോണ്ട് നമുക്ക് നമ്മുടെ പിള്ളേരെ വളർത്താൻ സമയം കിട്ടുന്നുണ്ട്. വന്യമൃഗത്തിന് പുലിക്കുട്ടിയെ വളർത്തും. കുഞ്ഞിക്കുട്ടി. അപ്പൊ അഞ്ചു ആണെങ്കിൽ എന്തിനാ വളർത്തും? കീതു അടുത്തത്, എത്ര ദിവസം വരെ കുളിക്കാതെ ഇരുന്നിട്ടുണ്ട്? എത്ര ദിവസം വരെ വേണമെങ്കിലും. അല്ല, ഇത് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ. പക്ഷെ ഇത് ഇവരിട്ടത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പറയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ പിന്നെ ഒന്നും കുളിക്കായിരുന്നു. ഇപ്പൊ കുറച്ച് ലാഗൊക്കെ ആയിട്ട് ചില പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ദിവസം 1-2 ചില ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇവിടെ ആരെയും നോക്കില്ല, നേരെ അല്ലടാ ഇല്ല. പക്ഷെ ഞങ്ങൾ കുളിച്ചില്ലെങ്കിൽ ഡ്രസ് മാറും. അമ്മ അച്ഛനും പിടിക്കാതെ വെറുതെ തുണി തലയൊക്കെ കെട്ടിട്ടല്ലേ. നിങ്ങക്കൊരു കാര്യം പല്ലൊക്കെ കേടും മറക്കാറൊക്കെ ഉണ്ട്, പക്ഷെ ആരോടും പറയില്ല. വേറെ ആർക്കെങ്കിലും കീത്തുവിനെ പോലെ ഇതുപോലെ മറവിയുണ്ടോ? പല്ലേക്കാനോ? അതെന്നറിയാമോ, രാവിലെ എണീക്കുമ്പോൾ ഞാൻ ക്ലോക്ക് നോക്കുമ്പോ നേരം അയ്യോ കൊച്ചിന് പിന്നെ പല്ലേച്ചിട്ടില്ല, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ. ഇനി അടുത്തത്, മറ്റാർക്കും ഇല്ലെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ സീക്രട്ട് ടാലന്റ്. ടക് 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 അങ്ങനെ ഉത്തരം പറയണം കേട്ടോ. അതായത് നമ്മുടെ ഇൻഡിവിജ്വലി ആണോ? ഇൻഡിവിജ്വലി പറയും.
അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നു. അപ്പൊ ഞാൻ പറയും അതായത് എനിക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റും. അതൊരു അതൊരു ടാലന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും പറ്റില്ല അല്ലേ? സന്തോഷിപ്പിച്ചേ നിന്നെ സന്തോഷിച്ചു, നീ വളരെയധികം സുന്ദരിയാണ്, ക്യൂട്ടാണ്, ഇതൊക്കെ എല്ലാവർക്കും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് നീ പറഞ്ഞ സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ട്. സന്തോഷിപ്പിക്കും. അപ്പൊ കേക്കട്ടെന്നാ എനിക്കൊരു സീക്രട്ട് ടാലന്റ് ഉണ്ട്, ഞാൻ പറഞ്ഞു തരട്ടെ. എന്ത് അക്ഷരം ചോദിച്ചിട്ടുണ്ടെങ്കിലും എന്ത് സെന്റൻസും ഞാൻ തിരിച്ചെഴുതും. ശരിക്കും എടാ ഐ വാണ്ട് എ പെൻ ആൻഡ് പേപ്പർ. ശരിയാട്ടാ, നമ്മളിതിപ്പൊ തെളിയിക്കും. ടഫുള്ള മഴവില്ലിന് 7 നിറമുണ്ട്. അഞ്ചു ശരിക്കാണെന്ന് വായിച്ചു നോക്ക്. നിങ്ങൾ മിററിൽ നോക്കി നോക്കുക, അങ്ങനെ തിരിച്ചേ പറ്റുമോ? ആണോ മിറർ അങ്ങനെ ഉണ്ടല്ലേ? ക്യാമറ നോക്കി നോക്ക്. കറക്റ്റാ? എന്തേടി മഴവില്ലിന് 7 നിറമുണ്ട്. Correct. ടാസ്ക് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. അത് സീക്രട്ട് ആയിട്ടുള്ള ഒരു ടാലന്റ് ടാലന്റ് ആണ്. നിങ്ങൾക്ക് ഇതേപോലെ എന്റെ വായിക്ക് ഇത്രത്തിലുള്ള ഞാൻ അറിഞ്ഞില്ല. ല്ലോ ഏത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിലും നല്ല സിമ്പിൾ ആയിട്ട് എനിക്ക് വരും. ആദ്യം കഴിവുണ്ട് അല്ല ഏത് ഹോട്ട് ആയ സിറ്റുവേഷൻ ആയാലും എന്ത് സിറ്റുവേഷൻ ആയാലും സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യും. ലഞ്ചു അതെ, പക്ഷെ എങ്കിൽ കുറച്ച് കൂടുതൽ നെഗിലാണ് കാര്യങ്ങളൊക്കെ ഉരുകുന്നത് ഞാനല്ലേ. ആക്ച്വലി എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ആദ്യം വന്നിട്ട് അങ്ങനെ ചെയ്തു. എല്ലാ തലമുറയ്ക്കും ഞങ്ങള് പാവ മനുഷ്യൻ. ഇവരങ്ങനെ ചെയ്യാറ് എന്ത് കാര്യം. ചേട്ടാ പെട്ടെന്ന് പറയണം ചേട്ടന്റെ സീക്രട്ട് ടാലന്റ്. ടാലന്റ് എന്ന് പറഞ്ഞ സംഭവം ഇതുപോലത്തെ ടാലന്റ് ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും പറഞ്ഞു എനിക്കത് നല്ല ടാലന്റ് ഉണ്ടെന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ പാട്ട് പാടും. ഇവരെ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ 4 പേര് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം പാട്ട് പാടും. ഓക്കെ, ഇനി ആദ്യം ഇഷ്ടമല്ലാഞ്ഞിട്ടും പിന്നീട് ഇഷ്ടം തോന്നിയ വട്ടപ്പേര്. കൊറേ കീർത്തനങ്ങൾ ഓക്കെ, ഇവിടെ എന്താണ് മലേഷ്യ. മലേഷ്യ. അതായത് ക്ലാസ്സിൽ ഇങ്ങനെ അനീഷ്യ, എന്റെ ഷാക്ക് ഒരു വള്ളിന്റെ അടിയിൽ. അപ്പം ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിന് അനീഷ്യ അപ്പൊ എല്ലാവരൊക്കെ മലേഷ്യ. പക്ഷെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. ചേട്ടൻ എന്റെ വീട്ടുപേര് എന്റെ അച്ഛനൊക്കെ പണിക്കാട്ടി വിളിക്കാം. അപ്പൊ ഞാനപ്പോ എന്റെ രസത്തിന് വേണ്ടി ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിതീഷ് പണിക്കാട്ടിൽ കിട്ടും. ഇപ്പൊ എല്ലാരും എന്നെ അങ്ങനെ തന്നെ ഫുൾ നെയിം വിളിക്കുന്നുണ്ട്. നിതീഷ് പണിക്കാട്ടി. ഇവിടെ എനിക്കങ്ങനെ ഇഷ്ടമായിരുന്നു. പക്ഷെ ശരിയാട്ടാ, ഒരു രാജ്യം കണ്ടുപിടിക്കാൻ അവസരം കിട്ടിയാൽ ആ രാജ്യത്തിന് നിങ്ങൾ എന്ത് പേരിടും? അവിടുത്തെ ആൻസർ ഞങ്ങളുടെ കുടുംബങ്ങൾ ഫേമസ് ആവട്ടെ. PK നഗർ എന്നൊക്കെ. ഇനി അടുത്തത്, ഒരു ലോക റെക്കോർഡ് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്തിനായിരിക്കും കിട്ടുക? അവിടെ തുടങ്ങട്ടെ. നിഖിൽ ചേട്ടാ പറ. ഞങ്ങൾക്കല്ല നിഖിൽ ചേട്ടനാ. നടനുള്ള നല്ല സന്തോഷമില്ലേ? അഭിനയിക്കാൻ ഒട്ടറിയില്ല, ഈ സൈഡിന് അഭിനയിക്കാൻ ഒട്ടറിയില്ല ജീവിതത്തിലായാലും. കീത്തൂര് കിട്ടുകയാണെങ്കിൽ പോണോ? നല്ല ബെസ്റ്റ് കുട്ടിക്ക് ഞാൻ കിട്ടുമായിരിക്കും. എന്റെ അടുത്ത് നല്ല റെക്കോർഡ് കിട്ടുന്നത് എന്ത് കാര്യത്തിനായിരിക്കും? നല്ല ഭയങ്കര റൊമാൻറ്റിക് പേഴ്സൺ. പുള്ളിക്കാരി ചെയ്യുന്ന ഏറ്റവും ഒരു റൊമാൻറ്റിക് കാര്യം ഒന്നും പറയാൻ പാടില്ല. അങ്ങനല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര റൊമാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ അതിന്റെ എക്സ്ട്രീമാണ്. അതായത് ചിലപ്പോ അതിലിരിക്കും നല്ല റൊമാൻറ്റിക് വൈഫ്. ഓക്കെ, ഞാൻ പറയുന്നില്ല അവരാണെന്നുണ്ടെങ്കിൽ നല്ല കിട്ടാൻ പോകുന്ന നല്ല ചാറ്റഡ് അക്കൗണ്ട് എന്നുള്ള ലെവലില് ഫാമിലി എങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ള ലെവലില് അവര് കിട്ടും. ഇവർക്കാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ എങ്ങനെ നോക്കാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ അതെന്നുള്ള ലെവലില് അവർക്ക് കിട്ടും. ഇവിടെ റൊമാൻറ്റിക് ഓക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് എക്സ്ട്രീം ലെവലിൽ എത്തിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇവര് 3 പേര് ഞാൻ പറഞ്ഞു. എന്റെ ഇനി ഇവര് പറഞ്ഞു ചേട്ടൻ നല്ലൊരു കൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അതിനുള്ള റെക്കോർഡായിരിക്കും കിട്ടുക എന്നല്ലേ? ഓക്കെ, ഇനി നിങ്ങളുടെ ഏറ്റവും വിയേർഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ്. അയ്യോ കുറെ അടിക്കും. പിന്നെ എനിക്ക് ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കും. ഇനി ഓപ്പോസിറ്റ് പറയാം. അപ്പൊ കീത്തുവിന്റെ പറഞ്ഞു, ഇനി ചേട്ടന്റെ പറ. കീത്തു പറ. ചേട്ടൻ കുറച്ച് ലേസിയാണ്.
ലേസി ആണ്. അതാണോ വിയേർഡ് ഹാബിറ്റ്? അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലേറ്റ് ആയിട്ട് കുളിക്കാൻ പോയി ഒരു തപസ്സം തപസ്സം കഴിഞ്ഞ് വരുള്ളൂ. അത് ശരിയാ. എന്റെ പറയത്തും എന്റെ മുടിയുടെ രഹസ്യം ഞാൻ കുറെ മൃഗങ്ങളൊക്കെ തലയിൽ വളർത്തുന്നു. ആക്ച്വലി എങ്ങനെയാണല്ലോ നമുക്ക് എപ്പോഴും എന്തുട്ടാണ് പൊട്ട ഹാബിറ്റോ? ആക്ച്വലി പൊട്ട ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊറേ ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ. അതെ, ആവശ്യമില്ലാണ്ട് വെറുതെ വെറുതെ ആവശ്യത്തെ കാര്യത്തിന് വെറുതെ ഷൗട്ട് ചെയ്ത് സംസാരിക്കും. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ്. അപ്പൊ ചിലപ്പോ എനിക്കത് ഇഷ്ടമാറില്ല, പക്ഷെ അതെനിക്ക് മാത്രം തോന്നാറുള്ളൂ. ഇതാണ് പക്ഷെ വിയേർഡ് ഹാബിറ്റ്. ഇങ്ങനെ നഖം കടിക്കുക, അങ്ങനെയുള്ള തലചൊറി, അങ്ങനെ വിയേർഡ് ഹാബിറ്റ് ഒന്നും ഇല്ല. ആദ്യം ഉണ്ടായിരുന്നു. അവന് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഗ്യാസ് വരും. അപ്പൊ ഞാൻ എന്ത് പറ്റി ചേട്ടാ ഇപ്പൊ തന്നെ ഫുഡ് വെച്ചു. അങ്ങനെയായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു, കാരണം പരിചയമായിരുന്നു. പക്ഷെ പുറത്തുനിന്ന് ആളുകൾ വന്നപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെങ്ങനെയുണ്ട് പിന്നെ സ്വിച്ചിട്ട് പോലെ നിന്നു. വൈഫ് വന്നപ്പോ അങ്ങനെ സെറ്റ് ആക്കിയതായിരിക്കും. എല്ലാരും കൂടെ ഇല്ല അവിടെ ഇരിക്കും, രണ്ടെണ്ണം കൂടെ. ഇനി അടുത്ത് നിങ്ങൾ ചെയ്തതിൽ വെച്ച് ദ മോസ്റ്റ് ഇല്ലീഗൽ തിങ്. അങ്ങനെ ഒന്നുമില്ല, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാ. പിടിക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് ഒക്കെയാണ് കുറെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഓ അതാണ് ഞങ്ങൾക്ക് പേടിയാണ്. ആണല്ലേ? ഓക്കെ. ഇനി ഇട്ടതിൽ വെച്ചും ഏറ്റവും എംബാരസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡ്രസ് ആണോ? സാരി ഭയങ്കര എംബാരസിംഗ് ആയിട്ട് തോന്നാറുണ്ടോ? എനിക്ക് ഭയങ്കര അങ്ങനെ തോന്നുന്നു. എനിക്ക് കുറച്ച് ട്രഡീഷണൽ ഔട്ട്ഫിറ്റിനോടെ കുറച്ചും കൂടി ഇഷ്ടം. അപ്പൊ ചില കല്യാണങ്ങളൊക്കെ പോകുമ്പോ ചില സാരികൾ എടുക്കുമ്പോ എനിക്ക് തോന്നും കൊള്ളാം. എനിക്ക് സാരി സംഭവം എനിക്ക് ഇഷ്ടമല്ല, എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും എങ്ങനത്തെ ഒരു മോഡേൺ ടച്ചിലാണ് പിടിക്കാറുള്ളത്. എനിക്ക് പേഴ്സണലി എനിക്ക് മുണ്ട് ഷർട്ടാണ് ഇഷ്ടം. അത് കിട്ടാൻ എനിക്ക് തന്നെ സ്വന്തം ഒരു തോന്നലുണ്ട് എനിക്ക് നന്നാന്നുള്ളത്. പക്ഷെ ഇവര് പറയും ഞാൻ പാന്റ് ഷർട്ട് ഇട്ടാണ്. എനിക്ക് മുണ്ട് ഷർട്ട് ഇഷ്ടം. ചേട്ടനെ എനിക്ക് അങ്ങനെ ഇഷ്ടം. ഓക്കെ. അപ്പൊ ഇനി ഒരിക്കലും പൈസ ചെലവാക്കത്തില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം? പേര് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു, അവിടെ പൈസ ചെലവാക്കി അവിടെ പോകില്ല. പേരൊക്കെ പറയില്ല, പക്ഷെ കഴിഞ്ഞ ദിവസം ഞങ്ങളത് തീരുമാനിച്ചു. ഇനിയും അവിടെ പോയിട്ട് പൈസ കൊടുത്തു. ഞങ്ങള് ഭയങ്കരമായിട്ട് ഫുഡ് പുറത്തുനിന്ന് ആൾക്കാർ, അതായത് ഇഷ്ടമാണ്. ഞങ്ങൾ കുറെ നന്നായിട്ട് യൂട്യൂബിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരാ. ഞങ്ങൾ അനാവശ്യമായിട്ട് അല്ലാണ്ട് ഞങ്ങള് ചെലവാക്കുന്നുണ്ടെങ്കിൽ പുറത്തുപോയി ഫുഡ് കഴിക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവര് പറയും കഴിക്കാനല്ലടാ, ഫുഡ് കഴിക്കാനുള്ളതല്ല, എല്ലാരും കൂടി പോയിട്ട് ഒരു എന്താ പറയുക എൻജോയ്മെന്റിന് വേണ്ടി. കാരണം നമ്മള് വീട്ടിൽ അത്രയും യൂട്യൂബിന്റെ കാര്യങ്ങളും പിള്ളേരെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മൈൻഡ് ഫുള്ള് ഇതായിരിക്കും. ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പുറത്തുണ്ടോ അത് അവർക്കും അറിയാം, അതെന്തുകൊണ്ടാണ് എന്നെ പറയുന്നത്. അപ്പൊ നമ്മളെ കൊണ്ടു അപ്പൊ ആ സ്ഥലത്ത് പോയപ്പോഴാണ് നല്ലോണം പൈസയും കൊടുക്കേണ്ടി വന്നു, ടേസ്റ്റും ഉണ്ടായില്ല. അപ്പൊ ഞങ്ങൾ ഓക്കെ. അപ്പൊ വിത്ത് ദാറ്റ് നമ്മൾ ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇറ്റ് വാസ് ഫൺ ടോക്കിംഗ് ടു യു. നല്ല രസമായിരുന്നു സംസാരിച്ചിരിക്കാനായിട്ട്. എന്നും ഇതേപോലെ സന്തോഷമായിട്ട് സമാധാനത്തോടു കൂടിയിട്ട് കളിച്ച് ചിരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രേ ചെയ്യാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ. അതായത് ഇങ്ങനെ ഒരു അവസരം തന്ന ഈ ഒരു ചാനൽ സൈന ചാനലിലും അതുപോലെ തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഞങ്ങൾ ഒരു കമന്റ്സ് വരെ ഞാനത് ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ, ഓപ്പണായിട്ട് പറയുന്നതാണ്, ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒരു കമന്റ്സ് പോലും അതിനകത്ത് നോക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഒരു പക്ഷെ ഇന്റർവ്യൂവിന് വേണ്ടി ആയിരിക്കാം, പിന്നെ ചാനൽ കണ്ടിട്ടായിരിക്കാം. പക്ഷെ നല്ല രീതിയിൽ അത് ഞങ്ങളെ കുറിച്ച് പഠിച്ചതിനും അതുപോലെ തന്നെ നല്ലത് പറഞ്ഞതിന് ഞങ്ങൾക്കത് പേഴ്സണലായിട്ട് പറയേണ്ടി വന്നില്ല. ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് ഞങ്ങളെ സ്വന്തം ഞങ്ങൾ തന്നെ പറയേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ വേണ്ടി അവസരം തന്നില്ല, കാരണം നല്ല രീതിയിൽ തന്നെ മീനാക്ഷി അവതരിപ്പിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു സംസാരിക്കാനായിട്ട്. ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ഞാൻ അങ്ങനെയല്ലടാ, നമ്മൾ വിചാരിച്ചു എങ്ങനെയായിരിക്കും ഇന്റർവ്യൂ വരാം, ഫണ്ണായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിരിക്കും, മെച്യൂർഡ് ആയിരിക്കും.
ഇപ്പൊ നമുക്ക് നല്ല ഇന്റർവ്യൂ ആണെന്നുള്ള കാര്യം ഞങ്ങൾ മറന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇരിക്കാൻ പറ്റി ഇരിക്കാൻ അല്ലേ? പറ്റി. Alright. അപ്പൊ എന്റെ- സന്തോഷായില്ലേ? വലിയൊരു നന്ദി ഞങ്ങൾ അതെ, thank you. അപ്പം എന്തായാലും എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ബൈ പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. I'll catch you guys in the next episode of Mollywood Mix with Meenakshi. Bye.